അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തൻ്റെ സേനയും ഖൈബറിലേക്ക് പുറപ്പെടാൻ പോവുകയാണ് എന്ന വിവരം മദീനായിൽ പരന്നതോടുകൂടെ മുനാഫിക്കുകളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹിബിൻ ഉബയ്യ് സലൂൽ ഖൈബറിലെ ജൂതന്മാർക്ക് ഒരു രഹസ്യ വിവരം നൽകി. വിവരം ഇത് തന്നെയായിരുന്നു: മുഹമ്മദും അനുയായികളും ഖൈബറിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. കാരണം മുഹമ്മദിനോടൊപ്പം ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവർ മാത്രം പോന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അത്ര ആൾക്കാർ അവരില്ല, നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ ഒരു സന്ദേശം കിട്ടിയതോടുകൂടെ ജൂതന്മാർക്ക് ഉള്ളിൽ ഭയമായി. ജൂതന്മാരുടെ ഒരു വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഭയമാണ്, ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്തും അവർ ചെയ്യുന്ന ഈ യുദ്ധങ്ങളൊക്കെ എന്തിൻ്റെ പേരിലാണെന്നറിയാമോ? മറ്റേതെങ്കിലും ഒരാൾ തങ്ങളോടൊപ്പമോ തങ്ങളുടേക്കാൾ മേലെയോ വളർന്നു വരുമോ എന്ന ഭയമാണ്. അതുകൊണ്ട് അവർ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് സലൂൽ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നൊക്കെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എങ്കിലും സത്യത്തിൽ കാര്യം അപകടം തന്നെയാണ് എന്നവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ, അവരും ബനു ഖത്ഫാനും തമ്മിൽ സഖ്യത്തിലാണല്ലോ. ബനു ഖത്ഫാനോട് അവർ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളൊരു യുദ്ധത്തിൻ്റെ മുമ്പിലാണ്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് അപേക്ഷിച്ചു. ബനു ഖത്ഫാൻ്റെ സ്വഭാവം നമ്മൾ നേരത്തെ പറഞ്ഞു. അവർ ആരെയും സഹായിക്കാൻ തയ്യാറാണ്. പക്ഷേ അവർക്ക് പകരം എന്ത് കിട്ടും എന്നറിയണം. അത് ജൂതന്മാർക്കും അറിയാം. പകരം കൊടുത്താലേ ബനു ഖത്ഫാൻ ഗോത്രക്കാർ ഒപ്പം നിൽക്കൂ എന്നത്. അവർ കൊടുത്തു. അതായത് ഖൈബറിലെ അടുത്ത വിളവെടുപ്പിൻ്റെ പകുതിയും നിങ്ങൾക്ക് ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ പകരമായി നൽകാം എന്നതായിരുന്നു അവർ നൽകിയ വാഗ്ദാനം. ഖത്ഫാൻ ഗോത്രക്കാർ തയ്യാറായി. പകരം കിട്ടിയാൽ അവർ എന്തിനും തയ്യാറാവുമെന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ അവർ തയ്യാറായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തൻ്റെ 1400 സഹാബിമാരും ഖൈബറിലേക്ക് പുറപ്പെട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിജറ 7-ാം വർഷം മുഹറം അവസാന മാസത്തിലാണ് അവർ പുറപ്പെട്ടത്. ഈ പുറപ്പെടുമ്പോഴും പോകുമ്പോഴുമെല്ലാം ഒരുപാട് വൈകാരികമായ രംഗങ്ങൾ ഉണ്ടായതായി ചരിത്രം പറയുന്നുണ്ട്. ചില സഹാബിമാർ സേനയെ ഉന്മേഷപ്പെടുത്താൻ വേണ്ടി നടത്തിയ പാട്ടുകൾ അവിടെ എത്തിച്ചേർന്നപ്പോൾ, ജൂതന്മാരുടെ ലോകം കണ്ടപ്പോൾ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പരസ്യമായ പ്രാർത്ഥന, ഇതെല്ലാം ഈ പുതിയ മുന്നേറ്റത്തിൻ്റെ ആത്മീയമായ ആരോഗ്യത്തെ ഉത്തേജിപ്പിക്കുന്നവയായിരുന്നു. അങ്ങനെ അവർ നടന്ന് ഖൈബറിൻ്റെ ഏതാണ്ട് അടുത്തെത്തി. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴികാട്ടിയെ അന്വേഷിച്ചു. അതന്വേഷിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ ഖൈബറിലേക്ക് പോകുക എന്ന് പറയുന്നത് മദീനായിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന പ്രധാന റോട്ടിൻ്റെ വക്കത്താണ് ഖൈബർ ഉള്ളത്. നമ്മൾ ഇപ്പോൾ പോയാലും നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയും. ജൂതന്മാരുടെ അന്നത്തെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയും, അവരുടെ കൃഷിഭൂമി കാണാൻ കഴിയും. പക്ഷേ സുരക്ഷാപരമായ കാരണങ്ങളാൽ അങ്ങോട്ടുള്ള പ്രവേശനമൊക്കെ നിയന്ത്രിതമാണ്. എന്നാലും ആ സ്ഥലം നമുക്ക് കാണാനൊക്കെ കഴിയും. അപ്പോൾ പക്ഷേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നബി പോകുന്നത് തെക്ക് നിന്നാണ്. തെക്ക് നിന്ന് നേരെ പോയി ഖൈബറിലേക്ക് കടന്ന് ആക്രമിക്കുക എന്നതല്ല നബിയുടെ ഉദ്ദേശം. ഇത്തരം രംഗങ്ങളിലൊക്കെ നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലെ യുദ്ധതന്ത്രജ്ഞൻ അല്ലെങ്കിൽ യുദ്ധതന്ത്രത്തിൻ്റെ തീവ്രത എത്രമാത്രം വലുതാണ് എന്നുകൂടി കാണാൻ ഈ സമയങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതായത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നല്ല ഒരു നിപുണനായ യുദ്ധതന്ത്രജ്ഞൻ തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നബി തങ്ങൾ വഴികാട്ടിയെ തേടുന്നത് നേരെ തെക്ക് നിന്ന് പോയി നാം ഖൈബറിലേക്ക് കയറേണ്ട, മറിച്ച് നമുക്ക് വടക്ക് നിന്ന് ഷാം നാടുകളുടെ ഭാഗത്ത് നിന്ന് തബൂക്ക് ഭാഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ആണ് ഖൈബറിലേക്ക് ഇരച്ചു കയറേണ്ടത്. അതാണ് നബിയുടെ ഉദ്ദേശം. എന്തിനാണെന്നറിയാമോ? ജൂതന്മാർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജൂതന്മാരുടെ മുമ്പിൽ രക്ഷപ്പെടേണ്ടി വന്നാൽ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ഷാം, തബൂക്ക് മുതൽ സിറിയ വരെയുള്ള സ്ഥലങ്ങൾ. അവിടേക്കാണ് അവർക്ക് പോകാനുള്ളത്. അവരുടെ ആൾക്കാരൊക്കെ അവിടെയാണ് ഉള്ളത്. അപ്പോൾ ആയതുകൊണ്ട് ആ വഴിക്ക് പോകാതിരിക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വഴിയിലൂടെ കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് മഹാനായ നബിയുടെ ഒരു അബ്ഖരിയത്ത് എന്ന് പറയുന്നത്. മഹാനായ നബിയുടെ ചരിത്രം പറയുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ പലപ്പോഴും കഥ ഒഴുക്കൻ മട്ടിൽ കേട്ടു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതേസമയം ചരിത്രങ്ങളിങ്ങനെ നിർത്തി നിർത്തി ഓരോ സ്ഥലങ്ങളിലും കുടികൊള്ളുന്ന മഹത്തായ പാഠങ്ങൾ പറഞ്ഞും കേട്ടും പോകുമ്പോൾ അത് വല്ലാത്ത ഒരു ആത്മീയമായ നിർവൃതി നമ്മളിൽ ഉണ്ടാക്കി തീർക്കും. ഏതായിരുന്നാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം ഒരു വഴി അത് വഴിയാണ് വന്നത്. അങ്ങനെ അവിടെ അതിൻ്റെ അടുത്തെത്തുന്നത് വരേക്കും സത്യത്തിൽ ജൂതന്മാർ സേന വരുന്നത്, ഇസ്ലാമിക സേന വരുന്നത് അറിഞ്ഞില്ല. കാരണം അവരുടെ കണ്ണും കൽബുമെല്ലാം അവർ നട്ടിരിക്കുന്നത് തെക്ക് ഭാഗത്താണ്. തെക്കിൽ നിന്നാണ് ശത്രു വരുന്നത് എന്ന് അവർക്കറിയാം. തെക്ക് ഭാഗത്ത് അത്തരത്തിലുള്ള ഒരു അടയാളവുമില്ല. അതുകൊണ്ട് തന്നെ അവർ രാത്രി യാതൊരാശങ്കയുമില്ലാതെ കിടന്നുറങ്ങി, രാവിലെ യാതൊരാശങ്കയുമില്ലാതെ ഓരോരുത്തരും അവരവരുടെ കൃഷിസ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തു. കൃഷിസ്ഥലത്തിലേക്ക് പോകുന്നതിനിടയിലാണ് അവർ വടക്ക് ഭാഗത്തിൽ നിന്ന് വലിയൊരു സൈന്യം വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ അവരെല്ലാവരും കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളും കാർഷിക വൃത്തിക്ക് വേണ്ട സംഗതികളുമെല്ലാം നിലത്തിട്ടുകൊണ്ട് തലമുറയിട്ടുകൊണ്ട് ഓടുകയും അവരുടെ കോട്ടകളിൽ വന്ന് ഒളിക്കുകയും ചെയ്യുകയായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സൈന്യവും അവിടെ എത്തി ഇനി ഒരു സ്ഥലത്ത്, സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് തമ്പടിക്കണം. തമ്പടിച്ചതിന് ശേഷം വേണം യുദ്ധത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കെല്ലാം പ്രവേശിക്കുവാൻ. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സൈന്യവുമായി നേരെ പോയത് നിതാത്ത് എന്ന് പറയുന്ന അവരുടെ ഒരു കോട്ടയുടെ സമീപത്തേക്കാണ്. അതിൻ്റെ സമീപത്തായി പോവുകയും എല്ലാവരോടും ഇവിടെ ഇറങ്ങൂ എന്ന് നബി ആവശ്യപ്പെടുകയും ചെയ്തു. നിതാത്ത് എന്ന് പറയുന്നത് ഖൈബറിലെ ഏറ്റവും വലിയ ജൂതക്കോട്ടയാണ്. അവിടെ ഒരുപാട് കോട്ടകളുണ്ട്. 8 കോട്ടകൾ നമ്മൾ പറഞ്ഞു. വലുത് തന്നെ 8 എണ്ണമുണ്ട്. ആ 8 എണ്ണത്തിൽ ഏറ്റവും വലുത് നിതാത്ത് എന്ന് പറയുന്ന ഒരു കോട്ടയാണ്. അവിടെ നബി നിൽക്കുകയും ഇറങ്ങാൻ സൈന്യത്തോട് ആവശ്യപ്പെടുകയും എല്ലാം ചെയ്തതോടുകൂടെ അവിടേക്ക് ഒരാൾ കടന്നു വന്നു. ആരാണെന്നറിയാമോ? പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.